ഹലോ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീ ടൈം സ്നാക്ക് പോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുകടി പോലെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു 3 അത്യാവശ്യം വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അതിലേക്ക് ഒരു മീഡിയം സവാള ഇതുപോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൊത്തി അരിഞ്ഞിടുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്. അതുപോലെ 2 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞാൽ വളരെ നല്ല കാര്യം, കാരണം നമ്മളിത് ഷേപ്പിലേക്ക് ആക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് പോരായ്മ തോന്നി. അതുകൊണ്ടും പിന്നെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് കോൺഫ്ലോറാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ എപ്പോഴും നമുക്കിതൊന്ന് പെട്ടെന്ന് നല്ല സ്റ്റിഫായിട്ട് കിട്ടാനും ആ ഉരുളക്കിഴങ്ങിൽ എപ്പോഴും ഒരു സ്റ്റാർച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി പിന്നെ ഇതൊരു ഇത്തിരി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാം അതിനെ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദയും ചേർത്തിട്ട് ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അത്ര പാത്രത്തിൽ നിന്ന് വിട്ട് അതുപോലെ ഒന്നും നമുക്ക് കിട്ടില്ല. കുറച്ച് ഒരു സ്റ്റാർച്ച് കണ്ടൻറ്റ് അതിലുണ്ടാവും. അപ്പോൾ ഒരു പരുവത്തിൽ നന്നായിട്ട് കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ ഒരല്പം ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഓയിൽ കുറച്ച് പുരട്ടിയിട്ട് ഇതിൽ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് ഷേപ്പാക്കി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഞാൻ ഓരോ ഷേപ്പിലേക്ക് ആക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലേക്ക് ആക്കാനാണോ ഏറ്റവും കൂടുതൽ എളുപ്പം ആ ഒരു ഷേപ്പിലേക്ക് ആക്കുക. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മളെപ്പോഴും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ അത്ര അങ്ങോട്ട് നമ്മളിതിൽ കിടന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ഓരോ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇത്തിരിയും കൂടെ കട്ടിയിൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾക്ക് അത് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിലിരിക്കുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ ഡിപ്പ് ചെയ്യാനുള്ള ഒരു ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലോറും ഒപ്പം തന്നെ മൈദയാണ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ മാത്രമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ലൂസ് ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കോൺഫ്ലോർ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലോറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുറം ഭാഗത്തിന് ഒരിത്തിരിയും കൂടെ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പിന് കുറച്ച് കട്ടി ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്താലും മതിയാകും. അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ കോൺഫ്ലോർ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്ത് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കുക, അതിലേക്ക് മുങ്ങിക്കിടന്ന് പൊരിയാൻ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചൂട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക. മറിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ആ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് മൊരിഞ്ഞ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലവറിൽ മുക്കിയത് കാരണം ആ പുറം ഭാഗം ഒരു ചെറിയൊരു വീർപ്പ് പോലെ ഒരു ചെറിയൊരു കോട്ടിങ് പോലെയാണ് അതിൽ ഇതാക്കുന്നത്. അപ്പോൾ നല്ല വീർത്തിട്ടാണ് വന്നേക്കുന്നത്.
ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കോരിയെടുക്കുക. കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. പിന്നെ ഒന്ന് സവാളയ്ക്കൊന്ന് വാടി കിട്ടിയാൽ മതിയാകും ആ ചൂട് കൊണ്ടിട്ട്. അപ്പോൾ ഒരുപാട് നേരം ലോ ഫ്ലെയിമിലൊന്നും എണ്ണയിലിട്ട് വറുക്കരുത്, ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ആ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തേക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്ത് അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മല്ലിയില ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം കേട്ടോ. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.